കണ്ണാ, എന്റെ പൊന്നും കുടത്തിന് അമ്മ അമ്മിഞ്ഞു തരട്ടെ. യശോദാമേ, ഇനി കുറച്ചു നേരത്തേക്ക് കണ്ണനെ ഈ ഉള്ളവൾ നോക്കിക്കോളാം. വേണ്ട വേണ്ട, മറ്റുള്ളവർ ലാളിച്ച് ലാളിച്ച് എനിക്കെന്റെ മോനെ മുലയൂട്ടാൻ പോലും കിട്ടുന്നില്ല. ഇന്നിനി എന്റെ പൊന്നും കുടത്തെ ആരും എടുക്കണ്ട, അല്ലേടാ കണ്ണാ? ഓ ഓ ഓ ഓ യശോദാമേ, കണ്ണനെ കാണാൻ വന്നതാ. യശോദാമ്മയല്ലേ? അതെ. യശോദാമ്മയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാ. സർവൈശ്വര്യങ്ങളും നിറഞ്ഞ ഉണ്ണിക്കണ്ണനെ പ്രസവിച്ച യശോദാമ്മ കോടി പുണ്യം ചെയ്തവളാ. ആ പാദം തൊട്ട് വന്നിക്കട്ടെ. അയ്യോ, എന്താ ഇത്? ഇവിടെ എത്രയോ പേർ കുഞ്ഞിനെ കാണാൻ വരുന്നു. അവരാരും എന്റെ പാദം തൊട്ട് വന്നിച്ചിട്ടില്ല. അവർക്കൊന്നും യശോദാമ്മയുടെ മഹത്വം അറിയില്ലല്ലോ. മഹത്തുക്കൾക്കല്ലേ മഹത്തുക്കളെ മനസ്സിലാകൂ, അല്ലേ? ആരാ? എവിടുന്ന് വരുന്നു? കുറച്ചകലെന്നാ. മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരെ ഏറെ നേരം ലാളിക്കുകയാണ് എന്റെ സ്വഭാവവിശേഷം. ഇപ്പൊ തന്നെ 10 കുഞ്ഞുങ്ങളെ ലാളിച്ചിട്ടാ ഞാൻ വരുന്നത്. കുഞ്ഞുങ്ങൾ എനിക്ക് ഹരമാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ശാഠ്യം പിടിച്ച് നിർത്താതെ കരയുന്ന ഏത് കുഞ്ഞും എന്റെ വിരലൊന്ന് തൊട്ടാ മതി, അപ്പ കരച്ചിൽ നിർത്തും. പിന്നെ പല്ലില്ലാത്ത മോണ കാട്ടി കുടുവിടാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. യശോദാമ്മേ, ഇവനെ ഞാൻ ഒന്ന് ലാളിച്ചോട്ടെ. പലരും കൂടി കൈമാറിയെടുത്ത കുഞ്ഞിന്റെ ശരീര വളർച്ച കുറഞ്ഞു പോകുന്ന പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ലേ, അല്പനേരം ലാളിച്ചോളൂ. വാടകല്ല. ഓ, എന്റെ വിരൽ തൊട്ടപ്പോ അവൻ ചിരിക്കുന്നത് കണ്ടോ? എന്താ മുഖശ്രീ? യശോദാമ്മേ, ഒരു സംശയം വേണ്ട, ഈ അമ്പാടിക്കണ്ണൻ 14 ലോകത്തിലും പ്രശസ്തനായി തീരും. കുഞ്ഞിനെ കാണുന്നവരൊക്കെ ഇങ്ങനെ ഓരോ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം ഈശ്വരാനുഗ്രഹം. ഇവനെ കുറെ നേരത്തേക്ക് ഞാൻ നോക്കിക്കോളാം. യശോദാമ്മ പോയിക്കോളൂ. കുടിക്കാൻ സംഭാരം ഇപ്പൊ ഒന്നും വേണ്ട. എന്താ മോനെ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കി ചിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ദിവ്യശക്തി നിനക്കുണ്ടോടാ കണ്ണ? ഏയ്, അതുണ്ടാവില്ല. എന്താടാ നീ 14 ലോകത്തിലും പ്രശസ്തനാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന പാവം യശോദ. അവളുണ്ടോ നിന്റെ ദുർവിധിയെക്കുറിച്ച് ഓർക്കുന്നു കണ്ണ? എന്താടാ, അമ്മിഞ്ഞ വേണോ? മിടുക്കൻ, തരാലോ. ദേ, പൊന്നുമ്മൻ കുടിച്ചോ. ഹോ, എന്തൊരാർത്തി അമ്പാടിക്കണ്ണന്. കടിച്ചീമ്പി കുടിക്കുകയല്ലേ? കുടിച്ചോ. മതി മോനെ, നിന്റെ അന്ത്യത്തിനുള്ള വകയായി. മതി, നിർത്തിക്കോ. എന്തൊരു അത്യാർത്ഥി! എന്റെ ചങ്കിലെ ചോര ഊറ്റി കുടിക്കുകയാണോ?